കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാവിഷയമാണ് കണ്ടന്റ് ക്രിയേറ്ററായ അഖിൽ NRDയും ഭാര്യ മേഘ നായരും അഖിലിനെ ഉപേക്ഷിച്ചു മേഘ ഇറങ്ങിപ്പോയതും ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ചർച്ചകൾ പല വഴിക്കായതോടെ വിഷയത്തിൽ തൻ്റെ ഭാഗം വിശദീകരിച്ച് മേഘ സാമൂഹ്യമാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. താൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യമാണ്. 10 ദിവസം ഞാൻ അനൂപിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങി വന്നതിന് കാരണങ്ങളുണ്ടെന്നും അത് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യമില്ലെന്നും മേഘ പറഞ്ഞു. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അത് ആരും വിശ്വസിക്കേണ്ടത് ഇല്ല എന്നും മേഘ പറഞ്ഞിരുന്നു. മേഘ ഒടുവിൽ സുഹൃത്തെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് കണ്ടന്റ് ക്രിയേറ്റർ സായി കൃഷ്ണയെയാണെന്ന് വിലയിരുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അഖിൽ മേഘ ദമ്പതികളുടെ വിഷയത്തിൽ സായി വിശദമായി വീഡിയോ ചെയ്യുകയും ഇതിൽ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ മേഘ ഉദ്ദേശിച്ചത് സായി കൃഷ്ണയെ ആണെന്നായിരുന്നു ചർച്ചകൾ. എന്നാൽ ഇത് നിഷേധിച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് സായി കൃഷ്ണ. മേഘ ഉദ്ദേശിച്ചത് തന്നെയല്ലെന്നും അത് മറ്റൊരാളെയാണെന്നും സായി കൃഷ്ണ പറഞ്ഞു. തീരുമാനം മൂലം മറുവശത്തുള്ള വ്യക്തി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നതിന് കുറച്ചെങ്കിലും വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് മാനിപ്പുലേഷൻ നടത്തി മറ്റേ വ്യക്തിക്ക് കൂടി ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ലെന്നും അതൊരു മിനിമം മാന്യതയാണെന്നും സായി കൃഷ്ണ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മേഘയിട്ട പോസ്റ്റിൽ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ പറയുന്നത് ആരും വിശ്വസിക്കരുതെന്നും അവർ പറയുന്നുണ്ട്. അത് എന്നെ ഉദ്ദേശിച്ചല്ല, അവരുടെ അച്ഛൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയെ ഉദ്ദേശിച്ചാണ്. അയാളുടെ ഒരു വോയിസ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഞാൻ മേഘയെ അന്ന് വിവാഹത്തിൽ വെച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ലൊരു പണി അഖിലിന് കൊടുത്തിട്ടാണ് മേഘ പോയത്. അതിനു പുറമെ പോസ്റ്റുകളിലൂടെ മാനിപ്പുലേഷൻ കൂടി നടത്തി അയാളുടെ ജീവിതത്തെ നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിൽ കൊണ്ടുപോയി ഇടരുതെന്ന് മേഘയോട് പറയാനുള്ളത്. മേഘ ആരുടെ വീട്ടിൽ നിന്നാണോ ഇറങ്ങിപ്പോയത് ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. 1-1.5 വർഷമായി ഇക്കാര്യം മേഘ സ്വന്തം വീട്ടുകാരോട് പറയുന്നുണ്ട്. എന്നാൽ ആരും അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല എന്നൊക്കെയാണ് പ്രചരിക്കുന്നത്. പ്ലെയിം ഗെയിമാണ്. പരസ്പരം കുറ്റപ്പെടുത്തില്ലെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടും ഒരു മാനിപ്പുലേറ്റീവ് നറേറ്റീവ് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സ്വന്തം വീട്ടിലേക്ക് തിരികെ വരാൻ വേണ്ടി മാത്രമായിരുന്നു ആ ബസ് തൊഴിലാളി സഹായിച്ചത്, അല്ലാതെ ഒളിച്ചോടിപ്പോയതല്ല എന്നുള്ള തിരക്കഥ ഇവിടുത്തെ ന്യൂസ് ചാനലുകളിലൊക്കെ ബൈറ്റിൽ അടക്കം വന്നു പോയിട്ടുണ്ട്. അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്നാണ് മേഘയുടെ കുടുംബവുമായി അടുപ്പമുണ്ടെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പറയുന്നത്. അങ്ങനെയൊരു മാനിപ്പുലേഷൻ എന്തിന് ചെയ്യണം? മാന്യമായ രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിവോഴ്സ് തിരഞ്ഞെടുക്കാമായിരുന്നു. പബ്ലിക് ലൈഫ് നയിക്കുന്നവരാണ്. ചെറിയൊരു തുമ്മൽ പോലും ചർച്ചയാകും. മീഡിയയ്ക്ക് പൈസ കൊടുത്ത് മേഘ ഒളിച്ചോടിയത് അല്ലെന്ന് മേഘയുടെ വീട്ടുകാർ മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ മറുവശത്തുള്ള വ്യക്തിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് ആ മനുഷ്യൻ. അപ്പോഴാണ് ഒളിച്ചോടിയത് അല്ല ഭർത്താവിൻ്റെ വീട്ടിലെ ഉപദ്രവങ്ങൾ കൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന് നറേറ്റീവ് വരുന്നത്. അത് അഖിലിനെ വീണ്ടും അടിച്ചിടുന്നതിന് സമമല്ലേ? ഈ നറേറ്റീവ് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് മേഘയുടെ അച്ഛൻ്റെ സുഹൃത്ത് തുറന്ന് സംസാരിച്ചെത്തിയത്. അഖിലിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് മേഘ എന്നാണ് അറിയുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടതുകൊണ്ട് തെറ്റ് ചെയ്തവർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും വെളുപ്പിക്കാനും ശ്രമിക്കുന്നു, മീഡിയയെയും സ്വാധീനിക്കുന്നു. പോയാൽ പോയ വഴിക്ക് പോണം, സായി കൃഷ്ണ പറഞ്ഞു.